അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, തിരൂര് പുതിയങ്ങാടിയിൽ നേർച്ചക്കിടെ ആന ഇടഞ്ഞ് ആളുകൾക്ക് പരിക്കുണ്ടാക്കുന്ന ഒരു ഭീകരമായ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ വ്യാപകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരുന്ന ചില ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് സമസ്ത എന്താണ് ഒന്നും പറയാത്തത്? സമസ്ത ഇത് കാണുന്നില്ലേ? പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇതെല്ലാം നടത്തുന്നത് സമസ്തയാണെന്ന് മറ്റു ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പണ്ഡിതന്മാരാണെന്ന് മറ്റു ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇത് ഓരോ ദിവസവും സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി സമസ്ത പ്രമേയം പാസാക്കിയതാണ്. ആ വിവരങ്ങളൊക്കെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിവരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അതിനു മുമ്പ് ഇത്തരം നിർത്തിവെച്ച നേർച്ചകൾക്കൊക്കെ പെർമിഷൻ കൊടുത്തത്, അത് നടത്താനുള്ള പെർമിഷൻ വാങ്ങിക്കൊടുത്തതിൻ്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കളികളുമുണ്ട്. നിർത്തിവെച്ച നേർച്ച തുടങ്ങുമെന്ന് ഇപ്പോൾ അടുത്ത് ഒരു MP, പ്രധാനപ്പെട്ട ഒരു MP, മലപ്പുറം ജില്ലയിലെ MP മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആണ് അതിൻ്റെ കഥകൾ. അതായത് ഹമീദ് ഫൈസി ഒന്ന് വിശദമായിട്ട് പറയട്ടെ, നമുക്ക് കേൾക്കാം. ആണ്ടിനോടനുബന്ധിച്ച് പ്രത്യേകിച്ചും അതിന്റെ ഭാഗമായി ഖുർആൻ പാരായണം, തവസ്സുല്, ഇസ്തിഗാസ, തബറുക്ക്, അതുപോലെ അന്നദാനം, അതുപോലുള്ള ഇസ്ലാമിക പ്രഭാഷണ പരിപാടി, ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തന്റെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ 1951 സമസ്തയുടെ 20ാം വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത്. മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു, ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ്. അതിനകത്തുള്ളത് കുറെ ബോധവൽക്കരണം നടത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് മലപ്പുറം നേർച്ച. മലപ്പുറം നേർച്ച അല്ലല്ലോ, ആ പറഞ്ഞ രൂപത്തിൽ പരിഷ്കരിച്ചു, നന്നായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താതെ ഒരു ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് മുസ്ലിങ്ങളും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. പട്ടാമ്പി നീർച്ച നടത്തുന്ന പട്ടാമ്പി നീർച്ച ഫേമസ് ആണ്. പട്ടാമ്പി നീർച്ച 71ാം ആണ്ട് നീർച്ചയാണെങ്കിൽ 71 ആന വേണം. 72ാം ആണ്ട് നീർച്ച എത്ര വേണം? 72 ആന വേണം. ഒരു കൊല്ലം പട്ടാമ്പി നീർച്ച മുടങ്ങി. അന്ന് എന്താ വെച്ചാൽ ആനപ്പാപ്പാന്മാരെ സമരേനും നീർച്ച നടത്തില്ല. കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ. ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ? ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. ആ പട്ടാമ്പി പള്ളിയിൽ കുറെ കാലം മുദരിസും ഖാദിയായത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറ അംഗമായ CKM സാദിഖ് മുസ്ലിയാരാണ്. അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പരോട് ഞാൻ ചോദിച്ചു, മൂപ്പരാടെ നിൽക്കണ ഉസ്താദേ, എന്തായാലും നിങ്ങൾ പറഞ്ഞ മൂപ്പരോട് എന്തും പറയാം. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ നീർച്ച നടക്കുമ്പോൾ നമുക്കത് മോശം തന്നെയാണ്. നിങ്ങളെല്ലാം ഇവിടുത്തെ കാതിൽ നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല വെച്ചു. ആ മൂപ്പര് ഹമീദ എന്തെങ്കിലും അറിയാതെ പറയരുത്, എനിക്ക് കാര്യം എന്താ ചോദിച്ചു, എന്താ ഉസ്താദേ പറയാനുള്ളത് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് ഇവിടെ മുദരിസും ഖാദിയായി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല, ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ്, നിങ്ങളെ നാട്ടിൽ നടക്കുന്ന നീർച്ച നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കൂല, ഞാനവിടെ വന്നാൽ എതിർക്കും, അതിനെന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പൊ അവർ ഉസ്താദെ 100 വട്ടം സമ്മതം, ഞങ്ങളൊന്നും സപ്പോർട്ടല്ല, അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ്, ഉസ്താദ് ധൈര്യമായിട്ട് വന്നോളിയായിരുന്നു. അങ്ങനെ ഏറ്റെടുത്തു. ഫസ്റ്റ് നീർച്ച സീസൺ വന്നു. മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു, ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. മൂപ്പര് ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച, മഹാന്മാരെ പദവി, നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്നത്തെ മാതം ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതിനപ്പുറമുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല, ഞാനാണ് ഇവിടുത്തെ ഖാദി, ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു. അങ്ങനെ നീർച്ച കഴിഞ്ഞ ആൾക്കാർ നിസ്കാരം ജുമാ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രസംഗം കഴിഞ്ഞിട്ട് തമ്മിൽ മുറുമുറുപ്പ് തുടങ്ങി. ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിന് ഇവിടെ കുറച്ച് വാടക കൊടുത്തിട്ട് അപ്പുറത്ത് ഹോട്ടലിൻ്റെ അവിടെ മരണക്കിണർ ഉണ്ടാക്കാൻ, ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ ഓരോ ആൾക്കാർക്കും വാടക, നല്ലൊരു വരുമാനമാണിത്. ഒക്കെ മുടങ്ങുമല്ലോ എന്നൊരു ആശങ്ക. പക്ഷേ ഈ വരുമാനം നമ്മളെപ്പോലെ ആർക്കും കിട്ടുന്നുണ്ട്? ഹിന്ദുക്കും കിട്ടുന്നുണ്ട്. അതിൽ ഹിന്ദുക്കൾപ്പെട്ട ഒരാൾ കോടതി പോയിട്ട് പറഞ്ഞു, പട്ടാമ്പി നീർച്ച ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ
അത് മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കോളി പറഞ്ഞു. സാദിഖലി പറഞ്ഞു ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധമല്ല, അങ്ങനെ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി, മക്കാമിന്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു. ഇപ്പോ പട്ടാമ്പത്തെ ആ റോട്ടുമിനും ഭാരതപ്പുഴ നല്ല ഉണങ്ങിയ മണൽത്തീരേക്കർ അവിടെ നടത്തുന്ന ഹിന്ദുക്കൾ അതിന്റെ മുന്നിലുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയ രാജവർമ്മ സുന്യ. പക്ഷെ എന്നാലും പറയും നീർച്ച അനാചാരം നിങ്ങളതല്ലേ അറിയാം, വെറുതെ പറയണവര്, നമുക്കായിട്ടും ബന്ധമല്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ അത് സുന്നികളുടെ മേലെ ചാർത്തേണ്ട, ഉസ്താദുമാരുടെ മേലിലും ചാർത്തേണ്ട, സമസ്തൻ്റെോട് ചോദിക്കണ്ട, സമസ്തൻ്റെ മേലെ കെട്ടിവെക്കാനും ശ്രമിക്കണ്ട. അതിൻ്റെ പിന്നിലൊക്കെയുള്ള കളി എന്ന് പറഞ്ഞാൽ അത് കച്ചവട താല്പര്യമാണ്. കച്ചവട താല്പര്യക്കാരാണ് ഇത് നടത്തുന്നത്.